ആദ്യത്തേത് ഞാൻ സ്വയം ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തതാണ്. രണ്ടാമത്തെ അബദ്ധത്തിൽ ചെന്ന് പെട്ടതാണ്. ആദ്യ കൊലപാതകം നടക്കുന്ന എത്ര വയസ്സിലാണ്? അത് 16-ാമത്തെ വയസ്സിൽ. ആദ്യ കൊലപാതകം ഉണ്ടായ കാരണം അദ്ദേഹം എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഉപദ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അയാൾ എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത്. അത് കഴിഞ്ഞ് 3 ദിവസം കാത്തിരുന്നതിന് ശേഷം അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു തോടാണ്. ആ തോട്ടിലിരുന്ന് ഇയാൾ ചന്തി കഴുകുന്ന സമയത്ത് വെളിക്കിറങ്ങി ചന്തി കഴുകുന്ന സമയത്ത് ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി അയാൾ വീണു കഴിഞ്ഞതിന് ശേഷം അനക്കമില്ലാന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് കയറിപ്പോയി. ഞാൻ പിന്നെ വീട്ടിൽ പോയി 3 ദിവസം കഴിഞ്ഞ് അങ്ങാടിക്ക് വരുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞറിയുന്നത് അങ്ങനെ ഒരു ബോഡി അവിടെ തോട്ടിലുണ്ട്, ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഞാനാ ചെയ്ത അതേ രീതിയിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയി ഒരു കൊല്ലം വയനാട്ടിൽ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് കോഴിക്കോട് വന്ന് താമസിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ അബദ്ധത്തിൽ ഈ കൊലപാതകത്തിൽ ചെന്ന് പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതെന്തായിരുന്നു? അത് ഞാനവിടെ ചെറിയ പണികളൊക്കെ എടുത്ത് നടക്കുമ്പോൾ അവിടെ കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് പോയി എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്ന് പറഞ്ഞ് പോക്കറ്റ് അടിച്ച വ്യക്തിനെ ഞാൻ കണ്ടുപിടിച്ചു, അയാൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് ദൂരെ മാറി നിന്നു. അദ്ദേഹം പോയി ഇയാളെ കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഉന്തും തള്ളുമായി. അങ്ങനെ മറ്റേ ആൾ വീണു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാബു അയാളുടെ പുറത്ത് കയറിയിരുന്ന് തല മണ്ണിൽ അമർത്തി പിടിച്ചു. അപ്പോൾ കാലിട്ടടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കാലെ പിടിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് കാലെ പിടിച്ചു വെച്ചു. പക്ഷെ അനക്കം നിന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞു അവിടുന്ന്. പിന്നെ ബാബുവിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ഇപ്പോൾ അവനെ 9-ാമത്തെ വയസ്സിൽ ആക്സിഡൻ്റായി മരിച്ചതിന് ശേഷം എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി, വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ തുടങ്ങി. അപ്പോൾ തുടങ്ങിയതിന് ശേഷം പിന്നെ മദ്യപാനം തുടങ്ങി. എൻ്റെ ചെറിയ മോനെ ഡ്രൈവറായിട്ട് പോകാൻ തുടങ്ങിയതിന് ശേഷം ആക്സിഡൻറ്റുകൾ സംഭവിച്ചു, 2 ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഞാൻ ചെയ്ത പാപം കൊണ്ടാണ് മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി. അങ്ങനെ പിന്നെ മാനസികമായിട്ട് തന്നെ തകർന്നു. പിന്നെ മദ്യപാനം തുടങ്ങി, വീട്ടിൽ പോകാതെയായി, വേറെ എവിടെയെങ്കിലുമൊക്കെ താമസമായി. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കാട്ടിലും പറമ്പിലൊക്കെ പോയി കിടന്ന് ലാസ്റ്റ് പിന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹമായി. മരിക്കാൻ വേണ്ടി നിന്ന അന്നാണ് പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നി മരിക്കേണ്ട, ഇത് സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറയാൻ. അങ്ങനെയാണ് ഞാൻ വേങ്ങര സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതും ഈ കേസ് ഇവിടെ വരെ എത്തുന്നത്. പോലീസിൽ പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. ഇനി ഒരാളെയും കൂടി കണ്ടെത്താനുണ്ട്, കൊല്ലപ്പെട്ട ആളെ അതുകൂടി കണ്ടെത്തേണ്ടതില്ലേ? കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതും കൂടിയാണ്. ഇപ്പോൾ രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അതിൽ ഒരാളെ ഇപ്പോൾ പോലീസ് എന്തായാലും കണ്ടെത്തുകയും ചെയ്തു, ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. വലിയ ശിക്ഷ എന്തായാലും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അത്തരം ശിക്ഷകളൊക്കെ അംഗീകരിക്കാൻ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പോയി ഹാജരായത് പറഞ്ഞത്. അതെ, ശിക്ഷ സ്വീകരിക്കും. എന്ത് ശിക്ഷയാണെങ്കിലും സ്വീകരിക്കും. പിന്നെ ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ശിക്ഷ എനിക്ക് ഏത് കോടതി തന്നാലും എനിക്കൊന്നും ആവില്ല എന്നും എനിക്കറിയാം.